ശരീരത്തിന് ഊർജ്ജസ്വലത, ബലം, രോഗപ്രതിരോധ ശേഷിയൊക്കെ ലഭിക്കാൻ ഏറ്റവും നല്ല മാസമാണ് കർക്കിടക മാസം. ഈ കർക്കിടക മാസത്തിലെ പത്തിലത്തോരൻ കഴിക്കുന്നതുകൊണ്ട് ഒരു വർഷം വരെയുള്ള നമ്മുടെ ആരോഗ്യത്തിൽ നല്ലൊരു കരുതലുണ്ടാവുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ 10 വ്യത്യസ്ത തരം ഇലകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പത്തിലത്തോരൻ തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 10 വ്യത്യസ്ത തരമായിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് തരം ഇലകളൊക്കെ നമുക്ക് കിട്ടും, 10ൽ കൂടുതൽ കിട്ടും. അപ്പോൾ 10ൽ കൂടുതൽ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, എന്നാൽ 10ൻ്റെ താഴെ പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിക്കുണ്ട് പ്രത്യേകത ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഴ കുറഞ്ഞൊരു സമയത്താണ് ഞാൻ കത്തിലകളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല, കാരണം നമ്മൾ കയ്യിൽ തന്നെ പിടിച്ച് ഫോൺ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കാണിക്കാം. പിന്നെ മത്തൻവള്ളി നമ്മളെ തൊട്ടടുത്തായതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മത്തനൊക്കെ ഒരുപാട് നല്ല നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് എന്താ പറയുക, വാതരോഗങ്ങൾക്ക്, പിത്തരോഗങ്ങൾക്ക്, കഫം അങ്ങനെയുള്ളതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഒരുപാട് നല്ലതാണ് ഈ ഒരു മത്തൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ രോമം വെറുതെ ഒന്ന് കയ്യിലിട്ട് തിരുമ്മി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറുതായിട്ടൊരു നാര് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചീന്തി കളയുക. അതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണിത് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. മത്തനിൽ ചെറിയൊരു മുള്ളു പോലെ ഉണ്ടാവുമല്ലോ, അതൊന്ന് കയ്യിലിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പോൾ 10 വ്യത്യസ്ത തരം ഇലകൾ ഞാനിവിടെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നിൻ്റെയും പേരും അതിൻ്റെയൊക്കെ ഔഷധ ഗുണങ്ങളും പറഞ്ഞതിന് ശേഷം തോരൻ പ്രിപ്പയർ ചെയ്യുന്ന രീതിയും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു കർക്കിടകത്തിലെ പത്തിലത്തോരൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാ ഇലകളും തന്നെ പിടിച്ചു. ഞാനിവിടെ 11 തരത്തോളം ഇല. അപ്പോൾ ഇതിൽ കൂടുതൽ ഇല വേണമെങ്കിൽ പറമ്പിലൊന്ന് കറങ്ങി നടന്നാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 11 തരം ഇലകളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാമ്പാർ ചീരയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പാർ ചീര എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. ഇതിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനത്തിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മളെടുത്തുള്ള കൊടിത്തൂവയാണ് കേട്ടോ. ഇതിനെ നമ്മൾ സാധാരണയായിട്ട് കൊടിത്തൂവ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ. അയണിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ കലവറയാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അത് കിട്ടുന്നവരൊക്കെ ഒന്ന് എടുക്കുക. ഇത് മൾബറിയിലെയാണ് കേട്ടോ. മൾബറീൻ്റെ നല്ല തൂമ്പയിലയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മറ്റുള്ള പച്ചക്കറികളെ അപേക്ഷിച്ച് 10 മടങ്ങ് ഇരുമ്പിൻ്റെ അംശം കൂടുതലുണ്ടെന്നാണ് പറയുക. പിന്നെ അടുത്തതായിട്ട് പയറിലയാണ്. പയറിലയിൽ പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് എ, ബി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രക്രിയയ്ക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ പയറിലേൻ്റെ തൂമ്പെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് അടുത്തതായിട്ട് വേലിച്ചീരയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല തൂമ്പ് തളിരിലകളാണ് നമ്മളെടുക്കുന്നത്. ഇതിൽ ധാരാളം എന്താ പറയുക, നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുക. പിന്നെ അടുത്തതായിട്ട് റെഡ് ചീരയാണ് കേട്ടോ. ചീരയിൽ നമുക്കറിയാമല്ലോ, കാൽസ്യം, ഇരുമ്പ്, വൈറ്റമിൻസൊക്കെ ധാരാളം ഉണ്ട്. നേത്ര രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ക്ഷീണം മാറ്റിയെടുക്കാനും മുടിയുടെ കരുത്തുറ്റ വളർച്ചയ്ക്കൊക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് പച്ചയാണ് കിട്ടുന്നതെങ്കിൽ പച്ച എടുക്കുക, അല്ലെങ്കിൽ റെഡ് കളറാണ് കിട്ടുന്നതെങ്കിൽ അതെടുക്കുക കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ്. കുമ്പളത്തിൻ്റെ ഇല പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുള്ളതാണ്. ഫൈബറും മിനറൽസൊക്കെ ധാരാളമുണ്ട്. ദഹന പ്രക്രിയയ്ക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ചെറിയ നാരുകൾ പോലെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കയ്യിലിട്ട് തിരുമ്മി ഒന്ന് റിമൂവ് ചെയ്തതിന് കളഞ്ഞതിന് ശേഷം എടുക്കുക കേട്ടോ. പിന്നെ മത്തയിലേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മത്തയിലയും ഒരുപാട് നല്ലതാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിൻ്റെ. തളിരിലകളാണ് എടുക്കുന്നത്. തണ്ടും അറ്റത്തുള്ള തണ്ടും എടുക്കുക. തണ്ടിൻ്റെയും ഇലഞ്ഞെട്ടിൻ്റെയും ഒക്കെ തോലൊന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ മത്തല ഇപ്പോൾ എല്ലായിടങ്ങളിലും ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഈ പത്തിലത്തോരനിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവൈലബിളായിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് കിട്ടുന്നത് എടുക്കാം. പിന്നെ നമ്മൾ അടുത്തായിട്ട് എടുത്തുള്ള ചേമ്പിൻ്റെ തളിരിലയാണ് കേട്ടോ. ചേമ്പിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ചുരുണ്ടിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ ഒരുപാട് കാൽസ്യത്തിൻ്റെ കണ്ടനുള്ളതാണ്. അപ്പോൾ നമുക്ക് ചേമ്പിൻ്റെ ഇല എടുക്കാം. ചെറിയ ചേമ്പിൻ്റെ അധികം മൂക്കാത്ത തളിരിലയോട് കൂടിയിട്ട് തണ്ടുകൾ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ടുള്ളത് നമ്മളുടെ മണിത്തക്കാളി ഇല, അല്ലെങ്കിൽ കാക്കാച്ചപ്പ്, കടുമുടിഞ്ഞ ചപ്പ് എന്നൊക്കെ ഇതിനെ നമ്മുടെ നാട്ടിലൂടെ പറയും കേട്ടോ. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായിട്ട് ഇത് അധികാരം നട്ടു വളർത്താറില്ല. സ്വാഭാവികമായിട്ട് നമ്മളെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഇത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മുളച്ച് പൊന്തി വരുന്ന ഒരു തരം ചീരയാണ്. അപ്പോൾ ഇത് വീടുകളിൽ, പറമ്പുകളിലൊക്കെ ഉണ്ടാവും. ഈ ഇല ഏതാണെങ്കിലും അതിനെ തിരിച്ചറിയുക, അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആകൃതിയും വലിപ്പമൊക്കെ നോക്കി നമ്മളെപ്പോഴും അത് മനസ്സിലാക്കി വെച്ചിട്ട് ഭക്ഷ്യയോഗ്യമായത് മാത്രം
തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലാർക്കും തെറ്റൊന്നും പറ്റരുത്. ഒരുപോലെയുള്ള ധാരാളം ഇലകളുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ എടുത്തിട്ട് മുളകിലയാണ് കേട്ടോ. ഇതിപ്പോൾ കാന്താരീൻ്റെ തളിരിലയാണ്. അപ്പോൾ കാന്താരി ഇലയും പറഞ്ഞമാതിരി വളരെ നല്ല ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ഒന്നാണ്. അപ്പോൾ കാന്താരിയൊക്കെ വീട്ടിലുള്ളവർ അതിൻ്റെ തളിരില ഒരു ശകലം പൊട്ടിച്ചെടുത്തോളൂ കേട്ടോ. ഒരു 2-3 ഇല അല്ലെങ്കിൽ ഒരു 10-20 ഇല മതി. എല്ലാം കൂടി ചേർന്ന് 10 തരം ഇലകൾ ചേർക്കാനുള്ള തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഒരു ഇലയും കൂടുതൽ വേണ്ട, എല്ലാം ഓരോ പിടി മതി നമുക്ക് ആവശ്യത്തിനുള്ളത് കേട്ടോ. അപ്പോൾ 10 തരം ഇലകളും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തനില, കുമ്പളനില, അതുപോലെ സാമ്പാർ ചീര, കൊടിത്തൂവ, പയറില, വേലിച്ചീര, പയറില, പിന്നെ ചേമ്പിൻ്റെ ഇല, ചീരയില, അങ്ങനെ എല്ലാം തന്നെ മൾബറി ഇല എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം എല്ലാം ഒരുമിച്ചാണ് നമ്മൾ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് ധാരാളം ഇലകൾ നമ്മളെ പറമ്പുകളിലൊക്കെ തഴച്ച് വളർന്ന് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇലകളെ തിരിച്ചറിഞ്ഞെടുക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇലകളും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് വേണം, പിന്നെ ഇലകളുടെ ഉൾവശവും പുറം വശവും ഒക്കെ പ്രത്യേകമായിട്ട് നോക്കിയിട്ട് വേണം ഇലകളെല്ലാം എടുക്കാനായിട്ട്. കാരണം ഇതിൽ എന്താ പറയുക, ധാരാളം ഈ ഒരു സമയത്ത് ശലഭങ്ങളും പുഴുക്കളൊക്കെ മുട്ടയിടുന്ന സമയമാണല്ലേ. അപ്പോൾ ഇലയുടെ അടിവശത്ത് ധാരാളം മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. പിന്നെ എന്താ പറയുക, ഇലയുടെ കനം, ആകൃതി, പൂവ്, മണം, നിറവ്യത്യാസം ഇതെല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കുകയും അകവും പുറവും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരുപോലെയുള്ള ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതുമായ ഒരുപോലെയുള്ള ഇലകൾ ഉണ്ടാവും, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഇലകൾ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് പരിചയമുള്ളതും നമുക്കിവിടെ കിട്ടുന്നതുമായ, അപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടും, പക്ഷേ 11 എണ്ണം മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാനിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ചെടുത്താണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് എന്താ പറയുക, ഒരുപാട് അരിഞ്ഞത് വീണ്ടും ഇട്ട് അരിഞ്ഞ് അങ്ങനെ എന്താ പറയുക, അങ്ങനെ അമർത്തി അരിഞ്ഞ് മുറിച്ചിട്ട് കേടാക്കണ്ട, ഒറ്റ അരിയൽ തന്നെ അരിഞ്ഞെടുത്താൽ. പിന്നെ ഈ മത്തനിലെയും കുമ്പളത്തിലെയൊക്കെ അരിയുന്ന സമയത്ത് അതിൻ്റെ നടുവ് ഒന്ന് നീളത്തിൽ കീറിയെടുത്തതിന് ശേഷം അരിയുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അരിയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കെട്ട് കുടുങ്ങി ഇങ്ങനെ നിൽക്കുന്നത് ഒഴിവായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഭക്ഷണത്തിൽ പിന്നെ ഉള്ള ഒരു നല്ല അംശങ്ങൾ, ഈ ഒരു കഴിക്കുന്ന ഇലക്കറിയുടെ നല്ല അംശങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇലക്കറിയിലെ നല്ല ഗുണങ്ങളെയൊക്കെ ശരീരം ഏറ്റെടുക്കുന്നൊരു മാസമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പത്തിലത്തോരൻ പണ്ട് കാലം തൊട്ടേ നമ്മുടെ പൂർവികമായ ആളുകളെ കണ്ടുപിടിച്ച് അവർ കഴിച്ചു വന്നിരിക്കുന്നൊരു ശീലമാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും തന്നെ ഒന്ന് കഴിച്ചു നോക്കണമെന്ന്. നമുക്കറിയാം 1.5 മാസത്തെ ദീർഘമായ മഴക്കാലത്തിൻ്റെ തുടർച്ചയായിട്ട് എത്തുന്നതാണ് കർക്കിടകം അല്ലേ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ശരീരം ഇളതാവും. അപ്പോൾ ചൂടുള്ളതും എളുപ്പത്തിൽ ദഹിക്കുന്നതും പോഷകങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ആഹാരം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് ഈ നല്ല ഗുണങ്ങളെ നമ്മുടെ ശരീരം ഉൾക്കൊള്ളും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇലകളെല്ലാവരും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഇലകളെ മാത്രം എടുക്കുക കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടി അരിഞ്ഞുന്ന സമയത്ത് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഇലകളും കൂടി അരിയുമ്പോൾ ഒരുപാടങ്ങ് അരിഞ്ഞ് ഇതാക്കി എടുക്കരുത്. അപ്പോൾ ഈ ഇലയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. നമ്മളിപ്പോൾ ഈ അങ്ങാടിക്കടയിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണം അനുഭവപ്പെടൂലേ. അപ്പോൾ അവിടുത്തെ ഏതൊരു മരുന്ന് എടുത്ത് നോക്കിയാലും ആ പ്രത്യേക മണം നമുക്ക് കിട്ടില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ പത്തിലേൻ്റെ പ്രത്യേകത കേട്ടോ. കാരണം 10 ഇലകളെടുത്ത് നമ്മൾ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ചേർക്കുന്ന മത്തനിലയ്ക്ക് ഒരു സ്വാദാണ്, കുമ്പളയിലേക്ക് മറ്റൊരു സ്വാദാണ്, പിന്നെ ചീരയിലേക്ക് വേറെ സ്വാദാണ്. എന്നാൽ നമ്മൾ ഈ 10 ഇലകൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ 10 ഇലകൾക്ക് ഇതിലെ ഓരോ ഇലക്കും വ്യത്യാസമുള്ള സ്വാദാണെങ്കിൽ പോലും ഈ തോരനിൽ വരുമ്പോഴേക്കും ഏതൊക്കെ ഇലകൾ ചേർന്നാണെങ്കിലും ഒരൊറ്റ സ്വാദ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് കേട്ടോ ഈ ഇലത്തോരന്. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ അരിഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചു. ഇനി നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന രീതി വളരെയധികം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതിനും പ്രത്യേകതകളുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറിയൊരു പിടി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ടാണ്, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3
സാമ്പാർ പരിപ്പും ഉലുവയും ചേർത്ത് ഉലുവയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു പിടി അരി, നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി നന്നായിട്ട് വാഷ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ ഒരു അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെളിച്ചെണ്ണയിൽ കിടന്ന അരി നല്ലോണം ഇതുപോലെ ഒന്ന് പൊട്ടി മുരിഞ്ഞ് വരണം. 2-3 ഉലുവ, ഉലുവേൻ്റെ ഒന്നും എണ്ണം കൂടാതെ 2-3 ഉലുവ, 2-3 പരിപ്പ്, ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇലക്കറികളായതുകൊണ്ട് കടുക് പൊട്ടിച്ചിട്ടില്ല. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറിയുള്ളി, സവോള, പിന്നെ ഉലുവ, ഉഴുന്ന്, ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ നമ്മൾ ഒരു പിടി അരിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പൊടികളുടെ അളവ് വളരെ മിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം പൊടികളൊന്ന് മൂത്ത് വന്നപ്പോഴാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10 തരം ഇലകളെ വളരെ ശ്രദ്ധയോടുകൂടി അരിഞ്ഞെടുത്താണ് നമ്മൾ അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കും. തേങ്ങാപ്പീര ചേർത്താൽ പിന്നെ ഒരുപാട് വേവിക്കില്ല, കാരണം ആ തേങ്ങയുടെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് ടൈം എടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിലെ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതിൻ്റെ പച്ച കളറിനെ ഒരുപാടങ്ങ് കളയാതെ ശ്രദ്ധിക്കണം. ഒരുപാട് പച്ച നിറം കളയാതെ സൂക്ഷിക്കുക. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ഇലത്തോരൻ വളരെയധികം ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ അറിവൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീടുകളിലുള്ളവരൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓരോ ഇതിൽ ചേർത്ത ഇലകളെക്കുറിച്ച് അവയുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ നോക്കിയിട്ട് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ നല്ല എന്താ പറയുക ഗുണമുള്ള വീഡിയോസുമായിട്ട്, അതുപോലെ എളുപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തുറന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് പറിച്ച് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തൊന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വിശുദ്ധമായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും പത്തിലത്തോരന് ഉണ്ടാക്കി കഴിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, പിന്നെന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമ്മളെ പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഊണിൻ്റെ കൂടെ കഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ 10 ദിവസം ഓരോ തല ഇലകൾ വെച്ചിട്ട് 10 ദിവസം വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ 10 ഇലകൾ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെയും കഴിക്കാം. രണ്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ അതും കൂടി കാണുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷമാവുക. അപ്പോൾ എല്ലാവരും ലൈക്ക് തരാനും ഹൈപ്പ് തരാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നല്ല ദിവസമാവട്ടെ, നല്ലൊരു വർഷമാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.